അമ്മ പഞ്ചാബിൽ വന്ന സമയമായിരുന്നു. ജോജാൻ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ ദൂരത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം രാവിലെ അമ്മ പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ പഞ്ചാബിൻ്റെ സൗന്ദര്യം ഒന്ന് കാണാൻ ഇറങ്ങിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ പിള്ളേരെയൊക്കെ ഒരുക്കി ഞങ്ങൾ ഇറങ്ങിയതാണ്. നമ്മുടെ മസ്റ്റർഡ് തോട്ടമാട്ടോ ഈ കാണുന്നത്. പിന്നെ പലതരം വെജിറ്റബിൾസ് ഉണ്ട്, നമ്മുടെ മേത്തി ഉണ്ട്, ഇത് നമ്മുടെ ഗോതമ്പുണ്ട്. എന്ത് രസമല്ലേ വയലൊക്കെ വിളഞ്ഞിരിക്കുന്നത് കാണാൻ വേണ്ടി. അങ്ങ് ദൂരെ കണ്ടില്ലേ ഒരു പവർ പ്ലാന്റ് ആണിത്. അവിടെയും ഞങ്ങൾ പോയി കണ്ടിരുന്നു. ഞങ്ങൾ കുറച്ച് പച്ചപ്പരവതാനിയുടെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇത് നമ്മുടെ മേത്തി ആട്ടോ. നമ്മുടെ പഞ്ചാബിൽ ഭയങ്കര ഫേമസ് ആണല്ലോ മേത്തി പറാട്ട, പാലക് പറാട്ട, ആലു പറാട്ട അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ നല്ലോണം വിളയിച്ചെടുക്കുന്നുണ്ട്. ഈ മേത്തിയുടെ സമയത്തൊക്കെ എൻ്റെ ഹെൽപ്പർ നല്ല പൊറാട്ടകൾ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് മസ്റ്റർഡ് സീഡ് അടുത്തൊന്ന് കണ്ടാലോ. ഇതിൻ്റെ അകത്താണ് മസ്റ്റർഡ് സീഡ് ഉള്ളത്. ഇത് വിളഞ്ഞ് ഇതിൽ നിന്ന് നമ്മൾ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ കടുക്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഭംഗിയും കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് അവിടുന്ന് പിന്നെയും ഞങ്ങൾ മുൻപോട്ട് പോയി. പോകുന്ന വഴിക്ക് നമ്മൾ തീർത്ഥാടന പക്ഷികളുടെ കൂട് നമുക്ക് കാണാം കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വിഷ്ണു അമ്മേനെയും കൊണ്ട് ഒരു തവണ കാറിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അമ്മ കണ്ട അമ്മ എന്നോട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത് ഇവിടെ ഉണ്ട് അത് അവിടെ ഉണ്ടെന്നൊക്കെ. ഇത് നമ്മുടെ പേപ്പർ ഉണ്ടാക്കുന്ന മരവാട്ടോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ മരങ്ങളിലൊക്കെ തത്തകളുണ്ടായിരുന്നു. നമ്മുടെ കുളങ്ങളിലൊക്കെ പലതരം പക്ഷികളും താറാവുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത്, എപ്പോഴും ഞങ്ങൾ പോകുന്ന നീലം ഹോസ്പിറ്റലിലാണ്. ഞങ്ങൾ 2-3 വീഡിയോയിൽ നിങ്ങൾക്ക് നീലം കാണാം കേട്ടോ. ലിയാം ഉണ്ടായ ഹോസ്പിറ്റലാണ് നീലം. ലിയാമിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ പഞ്ചാബി നമ്മുടെ ഇവിടുത്തെ ഭാഷയിലാട്ടോ. അപ്പോൾ ജോജാൻ ഗൂഗിൾ ലെൻസ് ഒക്കെ വെച്ച് അത് കറക്റ്റാണോ എഴുതിയെന്നൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കഫേ ഉണ്ട് ഉള്ളിൽ, നമ്മുടെ ക്യാൻറ്റീനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നേരെ അവിടെ ചെന്ന് ക്യാൻറ്റീനിലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ ചൊലെ ഭട്ടൂരയാണ് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീമും കഴിച്ചു. എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടുത്തെ കഫേയിൽ പോയി കോഫി കുടിക്കാറുണ്ട്. ഡെലിവറി ടൈമിൽ അപ്പയ്ക്കും അമ്മയ്ക്കും ഒരു ഭയങ്കര മെമ്മറി ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കോഫി കുടിക്കുമായിരുന്നു കേട്ടോ. അപ്പം അവരെപ്പോൾ വന്നാലും ഞങ്ങൾ നീലം ഹോസ്പിറ്റലിലുള്ള കഫേയിൽ പോയി ഞങ്ങൾ ക്യാപ്പച്ചീനോ കുടിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കോഫിയും കുറച്ച് സ്നാക്സും ചൊലെ ഭട്ടൂരയും ഐസ്ക്രീമും എല്ലാം കഴിച്ച് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ നമ്മുടെ ലിയാം കുട്ടൻ അമ്മമ്മയ്ക്ക് ക്രീം തേച്ച് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ തേക്കുന്നത് കണ്ട് അപ്പം വരും ആ കുട്ടൻ സഹായിക്കാൻ വേണ്ടിയിട്ട്. അവന് ഇങ്ങനെ തേച്ച് തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു വെൽ സ്പെൻഡ് മോർണിംഗ് ആയിരുന്നു ആ ഒരു ദിവസം. അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ബൈ.